കൊച്ചി മെട്രോ തന്നെ അദ്ദേഹത്തിന്റെ നേട്ടമാണെന്നാണ് അവകാശവാദം. കൊച്ചി മെട്രോയുടെ കഥയൊന്നും ആളുകളൊന്നും പറഞ്ഞിട്ടില്ല. എന്തായിരുന്നു ഞങ്ങളുടെ ഭരണകാലത്ത്, LDFന്റെ ഭരണകാലത്ത് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള തർക്കം? ഇത് പൊതുമേഖലാ സംരംഭമായി നിർത്തണം, DMRC വഴി നടപ്പാക്കണം, പറ്റത്തില്ല എന്ന് കേന്ദ്രം വിചാരിക്കുന്ന തർക്കം. കേന്ദ്രം സമ്മതിച്ചു, മെട്രോയുടെ പണി തുടങ്ങാൻ തുടങ്ങി. ഇവിടെ നിങ്ങള് രാജീവിന്റെ നേതൃത്വത്തിൽ സമരത്ത് നടത്തി, പ്രക്ഷോഭത്തിൽ നടത്തി, ഈ ശ്രീധരന്റെ ചുമതലയിൽ നിന്ന് മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ UDFന്റെ കീഴില് KV തോമസ് കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോഴല്ലേ മെട്രോയുടെ നേതൃസ്ഥാനത്ത് നിന്ന് ശ്രീധരനെ മാറ്റി നിശ്ചയിക്കുന്നതിനുള്ള ഉപചാരങ്ങളൊക്കെ അരങ്ങേറി. ഈ കൊച്ചി നഗരത്തിൽ, ഈ മഹാനഗരത്തിന് KV തോമസിനേക്കാൾ അർഹതയുള്ള, കഴിവുകളുള്ള, സാധ്യതയുള്ള ഒരു പാർലമെന്റ് അംഗത്തെ വേണം. അത് ഇതാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അവതരിപ്പിക്കുന്നു ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ്. KV തോമസിനോട് ഞങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ചെയ്തത്? മന്ത്രിയെ, ഭക്ഷ്യമന്ത്രിയല്ലേ? നിങ്ങളുടെ റെക്കോർഡ് എന്താണ് ഭക്ഷ്യമന്ത്രി എന്ന നിലയിൽ? ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ പറയുന്നു ഒന്നാം UP അധികാരത്തിൽ വന്നപ്പോൾ 20 കോടി ടൺ ധാന്യങ്ങൾ ഉത്പാദിപ്പിച്ചിരുന്നത് ഇപ്പോൾ 28 കോടി ടണ്ണായിട്ട് ഉയർന്നിരിക്കുന്നു. അത് തന്നെയാണ് തോമസ് മാഷിന്റെ പ്രശ്നം. ഉത്പാദനം വർദ്ധിക്കാം, പക്ഷെ വില കൂടാ. ആര് തട്ടിയെടുക്കുന്നു വില, ഈ ലാഭം? ഇതാണ് ചോദ്യം. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരോട് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ വോട്ടർമാരോടും KV തോമസ് മറുപടി പറയേണ്ട കാര്യം, എങ്ങനെ ഉൽപാദനം കൂടിയിട്ടും നിങ്ങൾ ഭക്ഷ്യമന്ത്രി ആയിരിക്കുമ്പോൾ വില കൂടി? ഞാൻ പറയും, മാഷേ, നിങ്ങളിന് ഒത്താശ ചെയ്തു കൊടുക്കും. ഇന്ത്യ നടന്നിട്ടുള്ള ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തട്ടിപ്പിന്റെ സൂത്രധാരകരായിരുന്നു ഇവിടെ നിന്നുള്ള ഭക്ഷ്യമന്ത്രി. കൊട്ടും കൊലവിയിട്ട് 2009 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ബ്രാഞ്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഇന്നിപ്പോ പലരും മറന്നുപോയിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ ഏലം മേടിക്കണമെങ്കിൽ ഇപ്പൊ വണ്ടമേടിൽ പോയിട്ട് ലേലഹോളിൽ പോയി ലേലം വിളിക്കും. തോമസ് മാഷ് പറഞ്ഞു, അത് വേണ്ട, ഏലം അവിടത്തെ ഗോഡൌണിൽ കൊണ്ട് വെച്ചാൽ മതി. എന്നിട്ട് അതിന്റെ റെസീറ്റ് ഇന്റർനെറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ കൽക്കട്ടയിലുള്ളതോ ബോംബെയിലുള്ളതോ ആർക്ക് വേണമെങ്കിൽ വണ്ടമേടി വരാതെ തന്നെ മേടിക്കാം. അങ്ങനെ സ്പോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് റെഡി കാശ് കൊടുക്കുക, സാധനം മേടിക്കും. നല്ല കാര്യം. ഇപ്പൊ എന്താ ഇവിടെ ചെന്ന് നിൽക്കുന്നു? 2000-3000 കോടി രൂപയുടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് KV തോമസ് മന്ത്രിയുടെ കീഴിൽ, ഇത് KV തോമസ് മന്ത്രിയുടെ കീഴിലാണ് 2 ലക്ഷം കോടി രൂപയുടെ ടേൺ ഓവറുള്ള സ്ഥാപനമായി തീർന്നു. എന്തായിരുന്നു അഹങ്കാരം? ഇപ്പോഴല്ലേ മനസ്സിലായത്? ആളുകൾക്ക് സംശയം, വാങ്ങി വിൽക്കുകയും ചെയ്യുന്നത് ഗോഡൌണിൽ ശരിക്കുള്ള ഏലവും അരിയും ഗോതമ്പും ഒക്കെ ആണോ? ചിലപ്പോൾ അങ്ങനെ ചെയ്യാലോ. ഗോഡൌണിൽ ഉണ്ട് എന്നും പറഞ്ഞ് റെസീറ്റ് വെച്ച് ഒരാൾ മേടിക്കുന്നു, ആൾ മറച്ചു വെക്കുന്നു, വേറെ ആൾ മറച്ചു വെക്കുന്നു. നമ്മുടെ ഭൂമി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പോലെ ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് ഭൂമി മേടിക്കുന്നു, എന്നിട്ട് വേറെ ആൾക്ക് മറച്ചു കൊടുക്കുന്നു, അയാൾ വേറെ ആൾക്ക് മറച്ചു കൊടുക്കുന്നു.
പൈസ ഒന്നും കൊടുക്കേണ്ട, 4-5 വട്ടം കച്ചവടം നടത്താൻ. അതുപോലൊരു ഏർപ്പാട് കെ.വി. തോമസ് മാഷിന്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ ഇപ്പൊ കാണാനുള്ളത് 3000 കോടി രൂപയുടെ എല്ലാം അരിച്ചു പറക്കി കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആരോപണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ അനുവദിച്ച ഊഹക്കച്ചവടം, നിങ്ങൾ അനുമതി നൽകിയ പൂഴ്ത്തിവെപ്പുകൾ, ഇതെല്ലാമാണ് ഭക്ഷ്യവിലക്കയറ്റത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്. സാധനങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ, പഞ്ചസാര, അതല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവര് ഉപയോഗിക്കുന്ന ആളുകളല്ല, വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ തൊഴിലാക്കിയിട്ടുള്ള ആളുകളാണ്. അതാണ് ഊഹക്കച്ചവടം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ അനുവദിച്ചതാണ്. ഈ വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണം ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് സംഭവിച്ചു, നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ത് എന്ന് ഈ നാട്ടിലെ വോട്ടർമാരോട് പറയണം. പൂഴ്ത്തിവെപ്പ്, ഇന്ത്യയിലെ ഗോഡൌണുകളൊക്കെ ധാന്യം കൊണ്ട് നിറഞ്ഞു കവിയുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇത്രയും ധാന്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും റേഷൻ ഷോപ്പ് വഴി ഈ ധാന്യം വിറ്റൂടെ? അതിന് പകരം തോമസ് മാഷിന്റെ പരിഷ്കാരം എന്താണെന്ന് വെച്ചാൽ, മാസം മാസം ഇന്ത്യയിലെ ധാന്യമൊത്ത കച്ചവടക്കാർക്ക് വിൽക്കാം, ധാന്യം ഫോട്ടോ വെക്കാം, അവർ പൂഴ്ത്തിവെക്കുക. ഈ പൂഴ്ത്തിവെപ്പിന്റെയൊക്കെ ഫലമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിലക്കയറ്റം 5 വർഷം ഭക്ഷ്യധാന്യങ്ങളുടെ മേല് വന്നത്. അതെങ്ങനെ എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത ഇവിടത്തെ പാർലമെന്റ് മെമ്പറായിരുന്ന കെ.വി. തോമസ്. നിങ്ങൾ എന്ത് ചെയ്തു നല്ലത്? നമ്മുടെ കൊച്ചി മഹാനഗരത്തിന്റെ ഏറ്റവും വലിയ വളർച്ചാ സാധ്യതയുള്ള 2 വ്യവസായങ്ങൾ IT മാറ്റി നിർത്തുകയാണ്, പുതിയൊന്നും വരുന്നത്. പക്ഷെ നിലവിലുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ റിഫൈനറി. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം, ബംഗാളിലാവട്ടെ ചെന്നൈയിലാവട്ടെ, ഒരു റിഫൈനറി ഉണ്ടെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ട് എത്ര അനുബന്ധ വ്യവസായങ്ങൾ കേരളത്തിൽ എന്തുണ്ടായിരുന്നു? രണ്ടാമത്തത് നമ്മുടെ FSC. ആ ഫാക്ടറിയുടെ വലിപ്പം നോക്കുന്നത് 20 വർഷം മുമ്പ് 9000 തൊഴിലാളികള്, 4000-ൽ പരം കോടി രൂപയുടെ ടേൺ ഓവർ, 3 യൂറിയയുടെയും മറ്റ് വളത്തിന്റെയും ഫാക്ടറികൾ മാത്രമല്ല, എങ്ങനെ പുതിയ ഫാക്ടറി ഉണ്ടാക്കണം? ഫെഡോ എന്ന് പറയുന്ന സ്ഥാപനം ഇനി അത് ഡിസൈൻ ചെയ്യാൻ, നടപ്പാക്കാനായിട്ട് എഞ്ചിനീയറിംഗ് വിങ്. മിസ്റ്റർ കെ.വി. തോമസ്, നിങ്ങളെ കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്തല്ലേ ഈ FACയിലെ തൊഴിലാളികളുടെ എണ്ണം 2000 കുറഞ്ഞത് 9000-ൽ നിന്ന്? നിങ്ങൾ കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ അമ്പലമേട്ടിൽ അടച്ചു പൂട്ടിയ പ്ലാന്റ് തുറക്കുന്നതിന് എന്ത് നടപടി നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും? അപ്പൊ എല്ലാവരും സ്വപ്നം കണ്ടെന്താണെന്നറിയാമോ? നാഫ്തക്ക് വില കൂടി, നാഫ്ത ഉപയോഗിച്ചിട്ട് വളമുണ്ടാക്കുന്നവരുടെ ചെലവ് കൊണ്ടുപോയി. പക്ഷെ LNG വരുന്നു. ആ LNG വന്നു കഴിഞ്ഞാൽ അത് വളരെ ചെലവ് കുറവായിരിക്കും. അങ്ങനെ ചെലവ് കുറവായതുകൊണ്ട് FACക്ക് മാത്രമല്ല, നമ്മുടെ KSRTC ലാഭത്തിലാവും, കേരളത്തിലെ ഞങ്ങളുടെ നാട്ടിലെ എക്സൽ ഫാക്ടറി ലാഭത്തിലാവും. ഈ ഫാക്ടറികളെല്ലാം ചെലവ് കുറഞ്ഞ് LNG ഇങ്ങനെ വരെ കാത്തിരിക്കുക. LNG ടെർമിനൽ ഉദ്ഘാടനം ചെയ്യും. പക്ഷേ വില എന്താ LNGയുടേത്? 1 ദശലക്ഷം ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിന് $24. അതേസമയം ഗുജറാത്തിലോ
$4, $6, $24 കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ ലാഭകരം നാഫ്തയാണ്. എന്ത് നമ്മുടെ പെട്രോൾ വാങ്ങുന്നു, ഡൽഹിയിൽ പോയാലും തിരുവനന്തപുരത്തായാലും കൊച്ചിയിലായാലും ഒരു വിലയില്, ഡീസലിനൊരു വിലയില്, പാചകവാതകത്തിനൊരു വിലയില്. എന്തുകൊണ്ട്? നിങ്ങള് കേന്ദ്രമന്ത്രിയായിരുന്നിട്ടും നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ വ്യവസായ സമുച്ചയത്തിന്റെ ഭാവിയുടെ നിലനിൽപ്പ് ഈ LNGയുടെ വിലയാണ് എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്തേ ഏകീകൃതമായ വില ഒരു നയമെന്ന നിലയിൽ നടപ്പാക്കുന്നതിന് കഴിഞ്ഞില്ല? ഇതൊക്കെയാണ് മാഷെ നാട്ടുകാരോട് വർത്താനം പറയുന്നത്. അതിന് പകരം ഇപ്പോ വലിയ ബോർഡുകള് ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് രൂപം നൽകിയ KV തോമസിനെ അഭിവാദനങ്ങൾ അർപ്പിച്ചു. ഈ കൺവെൻഷനിൽ വെച്ച് ഞങ്ങൾ പറയുന്നത്, ഈ കൺവെൻഷനിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഞങ്ങൾ പറയാൻ പോകുന്നത് ഈ ഭക്ഷ്യസുരക്ഷാ നിയമം തന്നെയാണ് പ്രശ്നം. ഇതുകൊണ്ട് കേരളത്തിൽ എന്താ നേട്ടം? അതാ മാഷ് പറയുന്നത്. ബീഹാറിൽ നിന്ന് നേട്ടം, രാജസ്ഥാനിൽ നിന്ന് നേട്ടം എന്നുള്ളതല്ല ഈ മലയാളിക്ക് നേട്ടം. കേരളത്തിലെ റേഷന്റെ ചരിത്രമില്ല. ഇവിടെ സാർവത്രിക സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും റേഷൻ. BPL ആയതുകൊണ്ടല്ല റേഷൻ. നമ്മുടെ നാട്ടില് നമുക്ക് ആവശ്യമുള്ള അരിയുടെ 15% മാത്രം കേരളത്തിൽ ഉത്പാദിപ്പിക്കുമ്പോ ഇങ്ങനെ കമ്മി സംസ്ഥാനമായതുകൊണ്ട് ഭക്ഷ്യസുരക്ഷയ്ക്ക് എല്ലാവർക്കും റേഷൻ നൽകണം എന്നതാ കാഴ്ചപ്പാടല്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനല്ല ഇന്ത്യ കേരളത്തിൽ റേഷൻ കൊണ്ടുവന്നത്. ഈ ഭക്ഷ്യസുരക്ഷാ നിയമം വരുമ്പോഴെന്താണ്? ഇനിമേൽ നഗരങ്ങളിൽ 75% കുടുംബത്തിന് റേഷനുള്ളൂ, 50% ഉള്ളൂ. ഗ്രാമങ്ങളിൽ 75%. കേരളത്തിലെ 40% കുടുംബങ്ങൾക്ക് ഇനിമേൽ നിയമപരമായിട്ട് റേഷനില്ല. ഇതുവരെ നമുക്കെല്ലാവർക്കും, കോൺഗ്രസിനായാലും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്കായാലും ഏത് പാർട്ടിക്കായാലും ജനങ്ങൾക്ക് അവകാശപ്പെടാമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും റേഷൻ വേണമെന്ന്. ഇന്ത്യൻ പാർലമെന്റിൽ KV തോമസ് മന്ത്രി ഒരു നിയമം അവതരിപ്പിച്ച് പാസാക്കിയിരിക്കുന്നു. കേരളത്തിലെ സ്റ്റാറ്റ്യൂട്ടറി റേഷനെ എല്ലാ കാലത്തേക്കുമായിട്ട് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനിമേൽ 60% പേർക്കേ ഉണ്ടാവുള്ളൂ. ഇന്ന് 35 കിട്ടുന്നു, അത് 25 കുറച്ചിട്ട് വന്നിരിക്കുകയാണ്. മാത്രമല്ല ആ നിയമത്തിൽ ക്ലോസ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഗ്യാസ് സബ്സിഡി അക്കൗണ്ടിൽ കൊടുക്കുന്ന പോലെ റേഷന്റെ പണം അക്കൗണ്ടിലേക്ക് കൊടുക്കും. അത് കള്ളുകുടിക്ക് എന്ത് വിളിച്ചത്? അല്ല മാഷേ, നിങ്ങൾ ഈ റേഷൻ വ്യാപാരികളുടെ ഒക്കെ സംഘടന നേതാവായിട്ട് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോ എത്ര ആവശ്യം സ്ഥിതി പകാരെടുത്ത് ചർച്ചയ്ക്ക് ചെയ്തിരിക്കുന്നു? ഈ റേഷൻ വ്യാപാരികൾക്ക് എന്ത് സംഭവിക്കുന്നു പറ. അല്ല, നിങ്ങളുടെ ഈ ക്യാഷ് ട്രാൻസ്ഫർ വന്നാലേ എത്ര പതിറ്റാണ്ടുകളുടെ പരിശ്രമ ഫലമായിട്ട് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത സംവിധാനം കേരളത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയില്ല. അതൊരു നിയമം ഉണ്ടാക്കി നശിപ്പിക്കാൻ ഒത്താശ ചെയ്ത ശേഷം അതിന്റെ പേരില് ഫ്ലക്സ് ബോർഡുകൾ വെച്ച് വോട്ട് ചോദിക്കാൻ വേണ്ടി വരികയാണ്. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഉന്നയിക്കുന്നത് ഈ നഗരത്തിന്റെ വികസന കാര്യത്തിൽ നിങ്ങളെടുത്ത നിലപാട്, നാട്ടുകാരുടെ ഭക്ഷ്യ പ്രശ്നത്തിൽ നിങ്ങളെടുത്ത നിലപാട് എന്തിന്? നമ്മുടെ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിന്റെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ, പക്ഷെ നിങ്ങൾ ഭരിക്കുന്ന കാലത്തല്ലേ ഒരു പുതിയ നിയമം ഉണ്ടാക്കിയത്? വിദേശ കപ്പൽ വന്നാൽ നമ്മുടെ ഇവിടത്തെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ പേരും കൂടി ചേർത്ത് ജോയിന്റ് വെഞ്ചർ ആയാൽ നമ്മുടെ ഇവിടെ മത്സ്യം പിടിക്കാമെന്ന്.
കടലിൽ മത്സ്യമില്ലെന്ന് കോരിയെടുത്തുകൊണ്ട് പോവുകയാണ് ഭീമൻ കപ്പലുകൾ. തോമസ് മാഷ് ഭക്ഷ്യമന്ത്രി ആയിരിക്കുമ്പോ അന്നുണ്ടാക്കിയ പുതിയ വകുപ്പാണ് വിദേശ ട്രോളറിനെതിരായി സമരം ചെയ്ത് വിദേശ ട്രോളറുകൾ പുതുതായിട്ട് അനുവദിക്കില്ല എന്ന് കരാറുണ്ടാക്കിയ ശേഷം ഈ നാട്ടിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് ഒരു പുതിയ ഉത്തരവ്. എന്ത്? ജോയിന്റ് വെഞ്ചർ ആവാം. വിദേശ ട്രോളറിന് നമ്മുടെ നാട്ടിൽ പങ്കാളിയെ കൂടി ചേർത്ത് രജിസ്റ്റർ ചെയ്താൽ ഇഷ്ടം പോലെ പിടിക്കാം. ആ മത്സ്യത്തൊഴിലാളിക്ക് ഒരു വീട് വെക്കണമെങ്കിൽ അതിനൊക്കെ ദൂരപരിധി വെച്ചിട്ടുണ്ട്. അതെല്ലാം മാറ്റം ഞാൻ പറയുന്നില്ല. റിസോർട്ടുകൾക്ക്, പുതിയ കെട്ടിടങ്ങൾക്ക് ഇതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ മത്സ്യത്തൊഴിലാളിയുടെ ആവാസ കേന്ദ്രമല്ലേ ഇതെന്ന് എത്രയോ നൂറ്റാണ്ടുകള്, സഹസ്രാബ്ദങ്ങള് ആ തീരത്ത് ജീവിച്ച ജനത, അവർക്ക് കുടിൽ വെക്കാൻ, വീട് വെക്കാനുള്ള അവകാശമില്ല, നമ്പർ കൊടുക്കാൻ കഴിയില്ല. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഉത്തരവ് വന്നിട്ടുണ്ട്. 200 മീറ്ററിലുള്ള മുഴുവൻ വീടുകളുടെയും ലിസ്റ്റ് എടുക്കണം, പേരെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പിന്നിൽ ഇരിക്കുന്ന സഹാബ് ശർമ്മ നിയമസഭയില് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞപ്പോ മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ ഇറക്കിയ ഓർഡറൊക്കെ ഞാൻ പിൻവലിച്ചിരിക്കുന്നു. പിൻവലിച്ചിട്ട് എങ്ങനെയാ ഇപ്പൊ ഈ എണ്ണ കൊടുക്കാൻ വേണ്ടി ഉത്തരവ് വരുന്നത്? നിങ്ങൾ വിചാരണ ചെയ്യും ഈ കേരളത്തിലെ ജനങ്ങള്, ഈ മണ്ഡലത്തിലെ വോട്ടർമാര് ഇത്ര വഞ്ചനാപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്. ഞാൻ നേരത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അഴിമതിയെ കുറിച്ച് പറഞ്ഞു. അഴിമതി മാത്രമാണ് എന്തെങ്കിലും നാട്ടിൽ നടക്കുന്നത്. ഇപ്പോ സൂചിപ്പിക്കുകയുണ്ട്. വേണമെങ്കിൽ പറയുമ്പോ ഈ അഴിമതി എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. 1948 സ്വാതന്ത്ര്യം കിട്ടിയതിന് പിറ്റേന്നാണ് നമ്മുടെ ജീപ്പ് കുംഭകോണം വന്നത്. അന്നാകെ 48 ലക്ഷം രൂപയേ ഉള്ളൂ. ഇന്നത്തെ വിലക്ക് നോക്കിയാൽ 22 കോടി രൂപയുടെ തട്ടിപ്പാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ തട്ടിപ്പുകളും എടുത്ത് കണക്കൂട്ടി നോക്കിയപ്പോഴേ അന്നൊക്കെ 10 വർഷം കൂടുമ്പോ ശാമ്പ് എടുത്താൽ ഒരു 350 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇന്ത്യ നടന്നുകൊണ്ട്. മുണ്ട്ര കുംഭകോണം, തേജയുടെ കുംഭകോണം, ഇങ്ങനെ എല്ലാ നാടുകളിലും അറിയപ്പെടുന്ന കുംഭകോണം 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിൽ ഓരോ 10 വർഷം കൂടുമ്പോഴും എത്ര കോടി രൂപയുടെ തട്ടിപ്പ് ഇങ്ങനെ നടന്നു, അഖിലേന്ത്യാ തട്ടിപ്പുകൾ നടന്നു നോക്കിയാൽ ഒരു 350 കോടി രൂപ വരും. ഇന്നത്തെ വിലക്കാണ്, അന്നത്തെ വിലക്കല്ല. ഈ പുതിയ സാമ്പത്തിക നയം നടപ്പാക്കി 1990 മുതൽ 2000 വരെയുള്ള കാലമെടുത്താൽ 12 ഭീമൻ തട്ടിപ്പുകളിലൂടെ 31,000 കോടി രൂപയുടെ അഴിമതി. ഇനി കേട്ടോളൂ, 2000 മുതൽ 2009 വരെ 10 വരെ എടുത്തു കഴിഞ്ഞാൽ 14 കേസുകളിൽ 1 ലക്ഷം കോടി രൂപയുടെ തട്ടിപ്പാണ്. 2010, 2011, 2012 9 അഴിമതി കേസുകളിൽ 5 ലക്ഷം കോടി രൂപയാണ്. അതിനുശേഷമാണ് കൽക്കരി കുംഭകോണം വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് പ്രതിരോധ അഴിമതി വന്നിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷം എടുത്തിട്ടില്ലെങ്കിൽ 8 ലക്ഷം കോടി രൂപയുടെ അഴിമതി. ഈ ദശാബ്ദം തീരുമ്പോൾ ഈ കോൺഗ്രസ് ഭരിക്കുന്നതെങ്കിൽ എത്രയായിരിക്കും അഴിമതിയുടെ വലിപ്പം? ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഒരു ലജ്ജയുമില്ല. ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക്, പണക്കാർക്ക് രാഷ്ട്രത്തിന്റെ സ്വത്ത് എടുത്തു കൊടുക്കുക. ഏറ്റവും സാത്വികനായിട്ടുള്ള മനുഷ്യൻ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി, അല്ലെന്ന് ഞാൻ പറയുന്നത്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് തിരുവനന്തപുരത്ത് അദ്ദേഹം പഠിപ്പിക്കാനും വന്നത് അന്ന് വർത്താനിക്കാനൊക്കെ. പക്ഷെ അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാണ് ചെയ്ത് തെറ്റിദ്ധാരണ ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നലെ രാജ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇത് മുഴുവൻ കാണിച്ച് അൺസൈൻഡ് നോട്ട് കൊടുത്തു.
അതിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. മൻമോഹൻ സിംഗ് വിശ്വസിച്ചിരുന്നല്ലോ. ഈ രാജ കള്ളൻ കോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ചന്ദ്രശേഖരൻ ക്യാബിനറ്റ് സെക്രട്ടറി ആയപ്പോ അദ്ദേഹം നോട്ട് കൊടുത്തു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഏതെങ്കിലും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു ഇതിന് പല മടങ്ങ് വില ചെയ്യാം. ചെയ്തില്ലല്ലോ. കൽക്കരി കുംഭകോണത്തിൽ മൻമോഹൻ സിംഗ് തന്നെ ചാർജ് സ്വരൻ എന്ന് പറയുന്ന ചങ്ങാതി ജയിലിൽ പോയി. അവിടുത്തെ കൊലപാതകമായി ബന്ധപ്പെട്ടു. അപ്പൊ ഇദ്ദേഹമായിരുന്നു മന്ത്രി. ആ കാലത്താണ് അടുത്തൊരു 100 വർഷത്തേക്കുള്ള കൽക്കരി മുഴുവൻ കുഴിച്ചെടുത്താൽ 100 വർഷം നിൽക്കും. അത് മുഴുവൻ ഒരു പൈസയും വാങ്ങാതെ ഇന്ത്യയിലെ മുതലാളിമാർക്ക് എഴുതി കൊടുത്തത്. 2G സ്പെക്ട്രത്തിൽ നാം പറഞ്ഞത് ഇതിനേക്കാൾ കൂടുതൽ വില കിട്ടുമായിരുന്നു. ആ വില CNDG പറഞ്ഞ 1,76,000 കോടി രൂപ. ഇവ 4Gയുടെ കാലമാണ്. എന്നിട്ട് ഇപ്പൊ ലേലം ചെയ്യുമ്പോ 60,000 കോടി കിട്ടി. വേണ്ടത്ര വില മേടിച്ചില്ലെന്നാണെങ്കിൽ കൽക്കരിയിൽ എന്താ വിലയെ മേടിക്കാൻ എഴുതി കൊടുക്കും. എന്തിനാണ് ചെയ്യുന്നത്? ഇതാണ് സിദ്ധാന്തം. KV തോമസിന്റെയും മൻമോഹൻ സിംഗിന്റെയും ഈ കോൺഗ്രസിന്റെ മുഴുവൻ സിദ്ധാന്തം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയെ രക്ഷിക്കാൻ ഇന്ത്യയിലെ മുതലാളിമാർക്ക് നാടനും വിദേശിയും അവരെ ഭീതിപ്പെടുത്തണം, അവർക്ക് ആവേശം തോണം നിക്ഷേപം നടത്താനായിട്ട്. അതിനെന്ത് വേണം? നാടിന്റെ സ്വത്ത് അവർക്ക് കൊടുക്കണം. അപ്പൊ നല്ല ലാഭം കിട്ടും. ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യും? നല്ല ലാഭം കിട്ടുമെന്ന് പറഞ്ഞാൽ വിദേശ മൂലധനം വരും. വിദേശ മൂലധനം വന്നാൽ വിദേശ നാണയം കിട്ടും. നമ്മുടെ രൂപയുടെ മൂല്യം നിലനിർത്താൻ പറ്റും. അറിയാതെ സംഭവിക്കുന്നത്, അറിഞ്ഞു ചെയ്യുന്നതാണ്. നാടിന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ ഒരു പറ്റം മുതലാളിമാർക്ക് കൂട്ടുനിൽക്കുന്നത് ഈ അഴിമതി. ഇതിനെതിരായിട്ടുള്ള ഒരു വിചാരണയായിരിക്കണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ഇവിടുത്തെ നിലനിൽക്കുന്ന UDF സർക്കാരിന് മുൻ ധനമന്ത്രി എന്ന നിലയിൽ ഞാൻ അതിനെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ. 3000 കോടി രൂപ ട്രഷറി വെച്ചിട്ട് ഇറങ്ങിപ്പോ. എനിക്ക് വലിയ മനസ്താവും. ഈ കള്ളന്മാർക്ക് കൊടുത്തല്ലോ. ചെറിയ കണക്കൂട്ട് തന്നെ പോയതുണ്ട്. 5000 കോടി രൂപ റോഡും പാലും ഒക്കെ കൊടുത്തല്ലോ. അത്രയും കൊടുത്തു കഴിഞ്ഞപ്പോ എന്റെ ബില്ലിപ്പോ വരുമ്പോ കൊടുക്കാൻ പൈസ ഇല്ലാതെ വരുന്നത് എന്ന് പറഞ്ഞിട്ടൊന്ന് ചവിട്ടി പിടിച്ചു വെച്ചത്. മഴയൊക്കെ കൂടി ഇത് വന്നു. ആ ട്രഷറിയുടെ ഇപ്പോഴത്തെ നില എന്താ? എന്റെ ഡ്രൈവർ ദിവസത്തിലെ മാസം പകുതി കിട്ടും. ഇന്നലെ പോയാണ് ശമ്പളം മേടിച്ചിരിക്കുന്നത്. 1-ാം തീയതി എന്നപ്പോ കൊടുക്കാൻ ശമ്പളമില്ല, ഫണ്ടില്ലെന്നാണ്. ഇവരുടെ കോൺട്രാക്ട് ചെയ്യാനായതുകൊണ്ട് അറിയത്തില്ല. ഇവിടുത്തെ കോൺട്രാക്ടർമാർ 2500 കോടി കൊടുക്കാനുണ്ട്. അവരുടെ പണിയൊക്കെ നിന്നും പാലെടുക്കുന്നില്ല. ക്ഷേമ പെൻഷനുകൾ എല്ലാം കുടിശ്ശികയെ. ക്ഷേമ പെൻഷൻ കുടിശ്ശികയെ. LDFന്റെ അവസാന ഓണക്കാലത്ത് നമ്മൾ കാര്യം തീരുമാനിച്ചു. ഈ UDF കുടിശ്ശിയാകുന്നതിന് അവർക്ക് പെൻഷൻ അഡ്വാൻസ് കൊടുത്ത് കളയാറ്. 5 മാസത്തെ അഡ്വാൻസ് കൊടുത്ത് പെൻഷൻ. അതാണ് ഇപ്പൊ കുടിശ്ശികയായി മാറ്റിയിട്ടുള്ളത്. ഇതെങ്ങനെ ഇവർക്ക് സാധിച്ചു 2 വർഷം കൊണ്ട് ഇങ്ങനെ ഒളിച്ചടക്കാനെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു സമൂലമായ തകർച്ച നമ്മുടെ കേരളത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. ഈ ഭരണം ഇത് കേരളത്തെ സകല മേഖലകളിലും സമസ്ത മേഖലകളിലും പിന്നോക്കം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഇന്ന് പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന ആളുകള് അവർക്കൊക്കെ വീണ്ടും വിചാരം
ഒരു പുനഃപരിശോധന, അതിന്റെ അടിസ്ഥാനത്തിലുള്ള പുതിയ രാഷ്ട്രീയ നിലപാടിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കനത്ത പ്രഹരം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് UDF നൽകേണ്ടതുണ്ട്. 2004 തെരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ അത് ഈ സർക്കാരിന്റെ അന്ത്യമായിരിക്കും. രാജ്യത്തെ രക്ഷിക്കുന്നതിന് മാത്രമല്ല, നമ്മുടെ കേരളത്തെ രക്ഷിക്കുന്നതിനും നമ്മുടെ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസിനെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.